ഏതോ ഓഫീസില് ഹരീഷിന് ജോലി കിട്ടിയെന്നാണല്ലോ ശ്രീലക്ഷ്മി ഫോൺ ചെയ്തപ്പോ പറഞ്ഞത്. അത് നമ്മൾ ആരെയും വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ടാ. എങ്ങനെ ജീവിക്കേണ്ടവനാ? എന്റെ അനിയത്തെ വിവാഹം കഴിച്ചതുകൊണ്ട് അവന് ഇങ്ങനൊരു അവസ്ഥ വന്നെന്ന് എല്ലാവരും പറയില്ല മാഡം. വരുമാനമുള്ള ഒരു ജോലി ഹരീഷിന് ശരിയാക്കി കൊടുക്കാന്ന് വെച്ചാ അവന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ അയ്യറടുത്ത് കത്തിച്ചും കളഞ്ഞു. കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ അവനെ സഹായിക്കായിരുന്നു. രാജു ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഹരീഷ് ഓട്ടോ ഓടിക്കുന്നതാണോ രാജുവിന്റെ പ്രശ്നം? ഓട്ടോ ഓടിക്കുന്നത് അത്ര മോശ തൊഴിലാണോ? ചെയ്യുന്ന ജോലി ഉത്തരവാദിത്വത്തോടെയും മാന്യമായിട്ടും ചെയ്യുന്നതുകൊണ്ട് മേൽഗതി ഉണ്ടാവും. ഹരീഷ് ഒരു ജോലിക്കും പോവാതെ വീട്ടിലിരിക്കുകയായിരുന്നെങ്കിൽ രാജു വിഷമിക്കുന്നതിൽ അർത്ഥം ഉണ്ടായേനെ. ഹരീഷിന് കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ട്. ഏത് സാഹചര്യത്തിലും ശ്രീലക്ഷ്മിയെ പോറ്റാൻ കഴിവുണ്ടെന്നോർത്ത് രാജു സന്തോഷിക്കുക വേണ്ടത്. പെട്ടെന്ന് ഹരീഷിനെ അങ്ങനൊരു സാഹചര്യത്തിൽ കണ്ടപ്പോ എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാനായില്ല. പക്ഷേ ഋതിക മാഡം പറഞ്ഞത് കേട്ടുകഴിഞ്ഞപ്പോ എന്റെ മനസ്സിന് വല്ലാത്ത ആശ്വാസം തോന്നുന്നു. ശരിയാ, അവൻ മിടുക്കനാ. ശ്രീലക്ഷ്മിയെ അവൻ നന്നായി നോക്കും. അവർക്ക് നാളെ നല്ലൊരു ജീവിതം ഉണ്ടാവും. എന്താ ഒരു ചിരി? അല്ല, ഞാൻ ഋതിക മാഡത്തിന്റെ മാറ്റത്തെ കുറിച്ച് ആലോചിക്കായിരുന്നു. എന്ത് മാറ്റം? ശരിക്കും എന്റെ നോട്ടത്തിലെ നമ്മുടെ അപ്പുവിന്റെ അത്ര പോലും പക്വതയില്ലാത്തൊരു കുട്ടിയായിട്ട് ഋതിക മാഡത്തെ ഞാൻ കരുതിയിരുന്നുള്ളൂ. അപ്പുവിനെക്കാളും പക്വതയില്ലാത്ത കുട്ടിയായിട്ടോ? അതേന്നെ. ആ ഋതിക മാഡം ഇങ്ങനെ ജീവിതത്തെ കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഇതെന്തൊരു മാറ്റം! എനിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഞാനിങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. കുഴപ്പം രാജുവിന്റെ. എന്റെയോ? അതെ, രാജുവിന് എനിക്ക് പക്വതയില്ലെന്ന് തോന്നിയതേ രാജുവിന്റെ തെറ്റ. ഇപ്പൊ മനസ്സിലായില്ലേ ചില കാര്യങ്ങളിൽ രാജുവാണ് കൊച്ചുകുട്ടിയെന്ന്? മനസ്സിലായി. എന്തൊരത്ഭുതം, സമ്മതിച്ചു തന്നല്ലോ. പുതുമഴ നനയണ്ട, പനി പിടിക്കും. അല്ലേ ഈ ഇടി വെട്ടിയപ്പോഴേ കേറിപ്പോ നോക്കണേ.